സുന്ദരമായ ഒരു കാട്ടിൽ പപ്പു എന്ന ഒരു തത്ത താമസിച്ചിരുന്നു. അവൻ മഹാകുസൃതിക്കാരനായിരുന്നു. മറ്റു മൃഗങ്ങളുടെ ശബ്ദം അനുകരിച്ചു കൂട്ടുകാരെ പറ്റിക്കാൻ അവന് ഒരുപാടിഷ്ടമായിരുന്നു. ഒരു രാവിലെ പപ്പു കാട്ടിലെ മൃഗങ്ങളെ പറ്റിക്കാൻ ഒരു കുസൃതിയൊപ്പിച്ചു. അവൻ മാവിന്റെ മുകളിൽ ഇരുന്ന് മിക്കുകുരങ്ങന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് മൃഗങ്ങൾ ഭക്ഷണത്തിനായി ഓടി വന്നപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. പപ്പു അവരെ കളിയാക്കി ചിരിച്ചു. ഇതു കണ്ട് ചില മൃഗങ്ങൾ ചിരിച്ചുപോയി. പക്ഷേ ചിലർക്ക് ദേഷ്യം വന്നു. എന്നാൽ വികൃതിയായ പപ്പു ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അന്നേ ദിവസം വൈകുന്നേരം പപ്പു ഒരു മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ രണ്ടു രാക്കൂണുകൾ മരത്തിനടുത്തുള്ള ഒരു രഹസ്യനിധിയെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടു. പപ്പുവിന് ആകാംക്ഷയായി. ഉടൻ തന്നെ അവൻ അത് കണ്ടുപിടിക്കാൻ ചിറകുകൾ വീശി പറന്നു. എന്നാൽ അവനു വഴി തെറ്റി. ആൽമരത്തിനടുത്തേക്ക് പോവേണ്ടതിനു പകരം അവൻ പരിചയമില്ലാത്ത ഒരു ഇരുണ്ട കാട്ടിലെത്തിപ്പെട്ടു. പെട്ടെന്ന് പപ്പുവിന്റെ അടുത്തേക്ക് ഒരു വലിയ കരടി വന്നു. അത് പപ്പുവിനെ തുറിച്ചുനോക്കി. പപ്പു പേടിച്ചു. എന്തെങ്കിലും തന്ത്രം ചെയ്തേ പറ്റൂ എന്ന് അവൾക്ക് തോന്നി. ഞാൻ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട പക്ഷിയാണ്, നിനക്കെന്നെ കഴിക്കണം. ഇതുകേട്ട് ഭയന്ന കരടി ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സമാധാനത്തോടെ പപ്പു തന്റെ യാത്ര തുടങ്ങി. അവസാനം അവൻ ആൽമരത്തിൽ എത്തി. അവൻ അവിടെയെല്ലാം നോക്കിയപ്പോൾ മരത്തിന് താഴെ ഒരു തിളങ്ങുന്ന മോതിരം അവൻ കണ്ടു. എന്നാൽ അതൊരു നിധിയല്ലായിരുന്നു, ഒരു പഴയ സ്വർണ്ണ മോതിരം മാത്രം. അപ്പോഴാണ് അത് ആനമുത്തശ്ശിയുടെ മോതിരം ആണെന്ന് അവൻക്കു മനസ്സിലായത്. പപ്പു ഉടനെ തന്നെ അതെടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പറന്നു. മുത്തശ്ശിക്ക് പപ്പു മോതിരം നൽകി. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. മുത്തശ്ശി അവൾക്ക് ഒരു മധുരമുള്ള പഴം നൽകി. പപ്പുവിന് അഭിമാനം തോന്നി. അന്നുമുതൽ പപ്പു കാട്ടിലെ ബുദ്ധിമാനായ തത്ത എന്നറിയപ്പെട്ടു. പക്ഷേ പപ്പു തന്റെ കുസൃതികൾ ഒന്നും നിർത്തിയില്ല. എങ്കിലും പപ്പുവിനെ എല്ലാ മൃഗങ്ങളും ഇഷ്ടപ്പെട്ടു.